കണ്ടവർക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞു. ബാക്കി ഇനിയിപ്പോൾ നിങ്ങൾ തന്നെ കണ്ട അഭിപ്രായങ്ങൾ പറഞ്ഞു. ഞാൻ തന്നെ എൻ്റെ എപ്പോഴും നല്ല എക്സ്പീരിയൻസ് ആണ്. ചെയ്തിട്ടുണ്ട്. ഡയറക്ഷൻ സൂപ്പറാണ്. എന്തെങ്കിലും ബോറിംഗ് ഉണ്ടോ സിനിമ? ഇല്ല, ബോറിംഗ് ആയിട്ടൊന്നും ഇല്ല. പുള്ളിയുടെ കഥാപാത്രത്തിന് അത് അതിന്റെ കൈയടക്കത്തോടെ ചെയ്തിട്ടുണ്ട്. നമുക്ക് ലാസ്റ്റ് വരെ ത്രില്ലടിച്ചിരിക്കാനുള്ള ഒരു ഉണ്ട്. ആദ്യ അവസാനം വരെ ത്രില്ലിംഗ് തന്നെയാണ്. നമ്മുടെ കഥ എങ്ങനെ മേക്ക് ചെയ്തിരിക്കുന്നത്, അവരെ സ്റ്റോറി മേക്ക് ചെയ്തിരിക്കുന്നത്, നല്ല സ്റ്റോറി മേക്കിങ് നല്ല അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. ആദ്യ അവസാനം വരെ നമുക്ക് കണ്ടിരിക്കുമ്പോൾ ഇത് ആരാണ് ചെയ്തതെന്നുള്ള ഒരു ഇതുണ്ട്. നമ്മള് പലരും വിചാരിക്കും ഇന്ന ആൾക്കാരായിരിക്കും ചെയ്തിരിക്കുന്നത്, പക്ഷെ അതല്ല. നമ്മൾ പിന്നെ പിന്നെ കഥ കൊണ്ട് ഇതായിട്ട് നിലനിർത്തിയിട്ടുണ്ട്. മേക്കിംഗ് അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. പ്രതീക്ഷിച്ച പോലെ എല്ലാം പ്രതീക്ഷിച്ച സ്ഥലങ്ങളിലൊക്കെ കൈയടി കിട്ടിയിരുന്നില്ലേ? ഇമോഷൻസ് ആണ്, ഭയങ്കര ഇമോഷണൽ സബ്ജക്റ്റാണ്. അറിയില്ല, അവരോട് ചോദിക്കും. പോലീസ് സ്റ്റേഷൻ എന്ന് പറയുന്നത് നമ്മൾ അവരെ എപ്പോഴും കാണാൻ ആഗ്രഹിക്കുന്ന ഒരു വേഷമാണ്. അത് അടിപൊളിയായിട്ട് കൈകാര്യം ചെയ്തിട്ടുണ്ട്. ഇവരായിട്ട് നല്ല രസമായിട്ട് ഹാൻഡിൽ ചെയ്തിട്ടുണ്ട്. ക്ലൈമാക്സ് രക്ഷയില്ലായിരുന്നു. സ്റ്റോറി സ്ക്രിപ്റ്റ് ഭയങ്കര സൂപ്പറാണ്. ഡയറക്ഷൻ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. BGM ആയാലും ഡയറക്ഷൻ ആയാലും ഭയങ്കര അടിപൊളിയായിട്ടാണ് എടുത്തേക്കുന്നത്. ഫാമിലി വൈസ് കാണാൻ പറ്റുന്ന നമ്മൾ ഒരിക്കലും എക്സ്പെക്ട് ചെയ്യാത്ത ട്വിസ്റ്റ് ആൻഡ് ടേൺസ് ആണ് ബാക്ക് ടു ബാക്ക് വന്നത്. നമുക്ക് ത്രില്ലിംഗ് മൂവി എപ്പോഴും നമ്മൾ അറ്റാച്ച് ചെയ്യാൻ നമ്മൾ ഇന്നാക്കുന്നത് അതിൻ്റെ അത് സെന്റിമെന്റ് ഇമോഷൻ ഒരു എല്ലാം ഉണ്ട്. അതിനകത്ത് ഇമോഷൻസ് ഉണ്ട്. അതിനകത്ത് നമുക്ക് ദേഷ്യം തോന്നുന്ന കാര്യങ്ങളുണ്ട്, സങ്കടം തോന്നുന്ന കാര്യങ്ങളുണ്ട്. എല്ലാ എലമെന്റ്സും ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു മൂവിയാണ്. നമുക്ക് കമ്പാരിസൺ ചെയ്യല്ല, എന്നാലും ചേട്ടാനിയെ നമ്മളെപ്പോഴും പോലീസ് കഥാപാത്രങ്ങളെ കമ്പയർ ചെയ്യാറുണ്ട്. അപ്പോൾ ഇന്ദ്രേട്ടൻ്റെ പോലീസ് കഥാപാത്രങ്ങളായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ എങ്ങനെയാണ് ഒരു വ്യത്യസ്തമായിട്ട് പറഞ്ഞു? അടിപൊളിയായതുകൊണ്ട് തന്നെ ഇന്ദ്രേട്ടൻ അത് സൂപ്പറായിട്ട് ഹാൻഡിൽ ചെയ്തിട്ടുണ്ട്. എങ്ങനെയാണ് ഒരു പോലീസ് ഓഫീസർ ചിന്തിക്കുന്ന രീതി നല്ല രസമായിട്ട് കാണിച്ചിട്ടുണ്ട്. ഒരു പോലീസ് ഓഫീസറിന്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ എങ്ങനെയാണ് ഒരു കേസ് ഹാൻഡിൽ ചെയ്യാന്നുള്ളത് നല്ല കംപ്ലീറ്റ് കാണിച്ചിട്ടുണ്ട്. ശരി, ഓഡിയൻസ് പറയാം, നല്ലത് പറയാം. പെർഫോമൻസ് ആണ് പ്രതീക്ഷിക്കുന്നത്. നല്ല രീതിയിൽ ലേഡീസ് ബാക്കിയുള്ള നല്ലൊരു ഇപ്പോഴും നടക്കുന്ന സമകാലിക വിഷയങ്ങൾ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ട്രോമ ഇപ്പോഴും നടക്കുന്നുണ്ട്. എനിക്ക് ഈ ഒരു സിനിമ കണ്ടപ്പോൾ എൻ്റെ ചെറുപ്പത്തിൽ ഇത്തരത്തിലുള്ള ട്രോമകളൊക്കെ ആ കുട്ടി അനുഭവിക്കുന്ന പീഡനങ്ങളൊക്കെ എനിക്കും നേരിടേണ്ടി വന്നിട്ടുണ്ട്. പിന്നെ ഈ സിനിമയുടെ ഭാഗമാകാൻ സാധിച്ചു, ഡബ് ചെയ്യാൻ സാധിച്ചു. ഫാമിലി എൻ്റർടൈനർ പോലെ ഒരു ക്രൈം ത്രില്ലറാണ്. എല്ലാവർക്കും ഒരുമിച്ച് നന്നായിട്ട് ലാഗ് ആവാതെ കാണാൻ പറ്റിയൊരു സിനിമയാണ്. നിങ്ങളെല്ലാവരും പോയിട്ട് സിനിമ കാണണം. തീരം സൂപ്പറായിട്ട് തന്നെ അതിൽ ഇന്ദ്രേറ്റിന്റെ ലെവല് ഭയങ്കരമായിട്ട് അതിൽ എല്ലാ രംഗങ്ങളിലും ഇന്ദ്രേറ്റ് തകർത്ത് തന്നെ അഭിനയിച്ചിട്ടുണ്ട്. സോ ഓൾ ദ വെരി ബെസ്റ്റ്. നമുക്ക് ഒരിക്കലും പ്രെഡിക്റ്റ് ചെയ്യാൻ സാധിക്കില്ല. ആ ഒരു ലാസ്റ്റ് വരുന്നൊരു മൊമെന്റ് അത് ഭയങ്കര ഗ്രേറ്റ്ഫുള്ളാണ്. നമുക്കൊരിക്കലും തിങ്ക് ചെയ്ത് നമ്മൾ കണ്ട അവസാനമാകുമ്പോൾ ഒരു ഭയങ്കര പ്രത്യേകത തന്നെയാണ്. എല്ലാവരും തീരം സിനിമ കാണണം. തിയേറ്ററിൽ തന്നെ പോയി കാണണം. തിയേറ്റർ മസ്റ്റ് വാച്ച് ആണ്. തിയേറ്റർ എക്സ്പീരിയൻസ് തന്നെ ചെയ്യണം. ഫിലിമിന്റെ പറയുകയാണെങ്കിൽ എന്ത് കിട്ടിയെന്ന് ഒരു ചോദ്യം, പക്ഷെ ഇതിലൂടെ അത് മാറ്റിയെടുക്കാൻ പറ്റിയതാണ്. അത് എൻ്റെ സ്വന്തക്കാരാണെങ്കിലും എൻ്റെ സുഹൃത്തുക്കളാണെങ്കിലും എനിക്കൊരു കല്യാണത്തിന് ഒരു മരണത്തിൽ പോകാൻ പറ്റാത്ത അവസ്ഥയായിരുന്നില്ല. എൻ്റെ ഗവൺമെന്റ് ജോലി കളഞ്ഞ എനിക്ക് വേണ്ടി അവിടെ തിരിച്ചു വന്നു. അറ്റ്ലീസ്റ്റ് ഇങ്ങനെ എന്നെ കാണാൻ പറ്റുന്നത് എനിക്ക് തന്നെ വളരെ സന്തോഷം. അമ്മ ഇത് കാണാമായിരുന്നു, നമ്മൾ കാണാനില്ലാത്ത എനിക്ക് സങ്കടം ഉണ്ടായിരുന്നു. എനിക്ക് ഭയങ്കര സന്തോഷം. ശരി, റിവ്യൂ താങ്ക് യു. വിഷമാണല്ലോ, വിഷമല്ല, സന്തോഷത്തിന് വിഷമാണ്. ഇത് സങ്കടത്തിന് വിഷമല്ല, ഹാപ്പിനെസ്. ഈ ഒരു സന്തോഷത്തിൽ ഒരുമിച്ച് അല്ലേ?
അച്ഛൻ ഈ സന്തോഷത്തിന് കൊച്ചുകൂടി കൂടെ മകള് വന്നതിന്റെ ഭാഗ്യമാണോ അച്ഛന് ഇതൊക്കെ? തീർച്ചയായിട്ടും ഞാൻ അങ്ങനെ തന്നെ കരുതുകയാണ്. ഞാൻ ഇന്നലെ ഇതിനെ കുറിച്ച് പറയുകയും ചെയ്തിരുന്നു. എനിക്ക് പല സ്ഥലത്തു നിന്ന് ഫോൺ കോൾസ് ഉണ്ടായിരുന്നു, പലരും അപ്രീസിയേഷൻ എനിക്ക് തന്നായിരുന്നു. അപ്പം ഞാൻ അങ്ങനെ പറയുകയും ചെയ്തിരുന്നു, മഴയുടെ ഭാഗ്യമാണ്, മഴയാണ് ഭാഗ്യം. ഒത്തിരി സന്തോഷമുണ്ട്. എൻ്റെ പല കാര്യങ്ങൾക്കും നിങ്ങൾ സാക്ഷികളാണ്. ഇപ്പം ഇങ്ങനെ ഒരു കാര്യത്തിൽ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. എല്ലാവരുടെയും സപ്പോർട്ട് വേണം. എൻ്റെ പ്രശ്നങ്ങളൊക്കെ ഇതുകൊണ്ട് തീരുന്നു. ഇനി കൂടുതൽ പടങ്ങൾ കിട്ടട്ടെ അച്ഛൻ. തീർച്ചയായിട്ടും നല്ല നല്ല ആൾക്കാർ കണ്ടിട്ട് എൻ്റെ പെർഫോമൻസ് ഇഷ്ടപ്പെട്ടെങ്കിൽ എനിക്ക് അവർ അവസരം തരട്ടെ, അത്രേ ഉള്ളൂ. അച്ചായനായിട്ട് കാണരുത്. സോജൻ വർഗീസ് സിനിമാ മോഹിയാണ്. ആ പേരിട്ടത് ഞാൻ തന്നെയാണ്. എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു ആഗ്രഹിച്ച് മോഹിച്ച് കയ്യിൽ വെച്ചിരുന്ന ഒരു പേരാണ്. പെൺകുട്ടിയാണെങ്കിൽ അതിനങ്ങനെ ഒരു പേര് ഇടണമെന്ന്. തീർച്ചയായിട്ടും ആൺകുട്ടിയാണെങ്കിൽ എന്തായിരുന്നു? ഇടിമിന്നല്. അത് പറയില്ല, അത് പോവില്ലേ. നമുക്ക് അടുത്തായിട്ട് ഓക്കെ അച്ഛാ, എല്ലാവിധ ആശംസകളും. എല്ലാവർക്കും എൻ്റെ സന്തോഷം, സ്നേഹം ഇത്രേ ഉള്ളൂ. അച്ഛൻ പൊളിച്ചു. തകർത്തു. പടം കണ്ടായിരുന്നു. ഓ നൈസ്. അച്ഛനല്ല, സോജൻ വർഗി. സോജൻ വർഗീസ്. ഓക്കെ ജി.